സലിൽ രാജി. എന്താ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഓൺലൈൻ സർവീസ് സെന്റർ നടത്തുകയാണ്. രണ്ടുപേരും കൂടി ചേർന്ന്. എവിടെയാണ് സ്ഥലം? കോട്ടുകൽ. കോട്ടുകലാണ്. അപ്പൊ എല്ലാ കൊല്ലവും വരാറുണ്ടോ തിരുവാതിരക്കൊക്കെ? എല്ലാ ദിവസവും വരാറുണ്ട്. അപ്പൊ എല്ലാം കണ്ടായിരുന്നല്ലോ അമ്യൂസ്മെന്റ് പാർക്കും ഞങ്ങളുടെ മേളയൊക്കെ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? എല്ലാ കൊല്ലത്തെക്കാട്ടിലും ഈ വർഷം എന്താണ്? ഭംഗിയായിരുന്നു. പ്രോഗ്രാം കണ്ടായിരുന്നോ? പ്രോഗ്രാമുകൾ മിക്കതും കുറേശ്ശേ കണ്ടിരുന്നു. കുറേശ്ശെ കണ്ടുള്ളൂ. എങ്കിലും കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതായിരുന്നു? ആരുടെ ആയിരുന്നു? ഗാനരംഗമാണ് മനസ്സിൽ. പിന്നെ ആദ്യ ദിവസത്തെ ആരുടെയാണെന്നറിയില്ല, ഗാനമേള അടിപൊളിയായിരുന്നു. കണ്ടായിരുന്നു. കുറച്ച് കേട്ടു. അപ്പൊ ഞങ്ങളെന്ന് താലം മാല കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഏതോ ടീമിന്റെ, അത് കോട്ടയം ആ സൈഡിലുള്ള ഏതോ ടീമിന്റെ ഗാനമേളയായിരുന്നു. അപ്പൊ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ താലം ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, അതിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ സിമ്പിൾ ആണ് ചോദ്യം. ഞങ്ങളുടെ ഉത്സവവും നാടും ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അപ്പൊ ചോദ്യം ഇതാണ്: ഈ കൊല്ലം എത്ര കെട്ടുകാഴ്ചകൾ, അപ്പൊ ഓരോ കരക്കാര് ഓരോ കെട്ടുകാഴ്ചകൾ ചെയ്യാറുണ്ട്, ഒരു പ്ലോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കൊല്ലം ഞങ്ങളുടെ കടക്കൽ തിരുവാതിരയില് എത്ര പ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്? 23 നോട്ടീസിലുണ്ടായിരുന്നത്. അത്രയും തന്നെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കണ്ടിരുന്നില്ല. മൊത്തം 23 കെട്ടുകാഴ്ച ഡീറ്റെയിൽസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. എത്ര എണ്ണം ഇവിടെ അരങ്ങേറി എന്നുള്ളത് അറിയത്തില്ല. കുറച്ച് കണ്ടിട്ട് അതും കുറച്ച് കണ്ടിട്ട് പോവുകയത്. 23 ആണ് നോട്ടീസ്. 23. അതെ. അപ്പൊ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ നോട്ടീസിൽ 23 കൊടുത്തിരുന്നത്. അപ്പൊ ഓരോ പ്ലോട്ടിന് തന്നെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ചിലപ്പം ഒന്നിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ നോട്ടീസിൽ ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് 23 അപ്പൊ നോട്ടീസ് കിട്ടി. അപ്പൊ അതിലെ വിവരങ്ങൾ വെച്ചാണ് പറയുന്നത്. അപ്പൊ ശരി ഉത്തരമാണ്. താലം ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ താലത്തിന്റെ തന്നെ ഒരു അടിപൊളി ഷോറൂം ഞങ്ങൾക്ക് കടക്കലുണ്ട്. അപ്പൊ പോയിട്ട് വിസിറ്റ് ചെയ്യുക. അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും തിരുവാതിര വിശേഷങ്ങളൊക്കെ പറഞ്ഞതിനും ഒരുപാട് സന്തോഷം. അപ്പൊ തിരുവാതിര അപ്പൊ തിരുവാതിരയോടനുബന്ധിച്ച് പുറത്ത് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ മേള ഗ്രൗണ്ടിലാണെങ്കിലും ഒരുപാട് തിരക്കാണ്. ഈ തിരക്കിനിടയിൽ വെച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ തിരുവാതിര വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എന്താണ് പേര്? വിഷ്ണുപ്രിയ. ശ്രീലക്ഷ്മി. എവിടാണ് സ്ഥലം? അപ്പൊ എങ്ങനെ പോകുന്നു തിരുവാതിര? ഇപ്പൊ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ തിരുവാതിര. അപ്പൊ ഇനി അടുത്ത കൊല്ലമേ നമുക്ക് ഇനി തിരുവാതിരയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. മേളയൊക്കെ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് മേളയൊക്കെ? സാധനങ്ങളൊക്കെ മേടിച്ചോ? മേടിച്ചപ്പോ നിങ്ങളെ ഫാമിലിയൊക്കെ എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങളിവിടെ താലത്തിന്റെ ഒരു സ്പോൺസർ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നാട്ടുകാരായ സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും ഉത്തരം പറയും എന്നുള്ളത് ഉറപ്പായിരിക്കും. അപ്പൊ ചോദ്യം ഇതാണ്: എത്ര എടുപ്പ് കുതിരകളാണ് ഈ തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നത്? 7. വന്ന് കണ്ടായിരുന്നല്ലോ. അപ്പൊ ശരി ഉത്തരമാണ്. 7 എടുപ്പുകുതിരകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ കൊല്ലവും തന്നെ ഇപ്പൊ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റും. തിരുവാതിര ആണെങ്കിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇവിടുത്തെ എടുപ്പുകുതിര എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എടുപ്പുകുതിര കാണാൻ വരുന്നവരുണ്ട്. ഞങ്ങളുടെ കടക്കൽ തിരുവാതിര കേട്ട് അറിഞ്ഞ് കാണാൻ വരുന്നവരുണ്ട്. അപ്പൊ ഇത്തവണ 7 എടുപ്പുകുതിരകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് താലം സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഉള്ളത്. അപ്പൊ ശരിക്കും നിങ്ങൾ വന്നില്ലായിരുന്നു, ഇത് മിസ്സായി പോകത്തില്ലായിരുന്നു. ഞങ്ങളുടെ കടക്കൽ തന്നെ ഇതിന്റെ നല്ലൊരു ഷോറൂം ഉണ്ട്. അപ്പൊ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വർഷം ഇനി മീറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം. എന്താണ് പേര്? എന്ത് ചെയ്യുന്നു? റെയിൽവേ ജോലിയാണ്. ആന്റി ടീച്ചറാണ്. ഏത് സബ്ജക്റ്റാ? മലയാളം. മോള് ഏത് ക്ലാസ്സിലാ? 3ല്. എക്സാം ഒന്നും തുടങ്ങില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ 2 മക്കൾ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യോ? എങ്ങനെയാണ്? നല്ല പാവപ്പെട്ട കുട്ടികളാണല്ലേ? ആണല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ തിരുവാതിരയായിട്ട് ഇവിടെ വന്നല്ലോ. അപ്പൊ എന്തായിരുന്നു ഇവിടെ എല്ലാം കണ്ട് ആഘോഷിച്ചോ? എല്ലാ ദിവസവും വന്നോ? എല്ലാ ദിവസവും വരാൻ പറ്റിയില്ല. തിരക്കായിരുന്നു. ഞാൻ എല്ലാ വർഷവും കുതിര എടുക്കുന്നതാണ്. ഈ തോളിൽ ഇവിടെ ഒരു മുടയുണ്ട്. അത് ഉടുപ്പൂരി കാണിക്കുന്നുണ്ട്. എല്ലാ വർഷവും കുതിര എടുക്കുന്നത്. ഈ വർഷം എടുത്തില്ല. നല്ല കാര്യമാണ്. നല്ല കാര്യമല്ല, എനിക്ക് വിഷമമുള്ള കാര്യം. അല്ല, കുതിര നല്ല കാര്യമാണല്ലോ.
ഓക്കെ, അപ്പോ ഈ മേളയിലൊക്കെ കണ്ടിട്ട് എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഞാൻ മേടിച്ചു. അപ്പൊ ഒരു പാക്കറ്റ് വേണം. സാധനങ്ങൾ മേടിച്ചു. ഓക്കെ, ജെയിന്റ് വീലിലൊക്കെ കയറിയായിരുന്നോ? ജെയിന്റ് വീലിലൊക്കെ കയറിയായിരുന്നോ റൈഡ്? ഇല്ല, നമ്മളിവിടെ ഇറങ്ങുന്നേ ഉള്ളൂ. ഇനി പാൽമരത്തിന്റെ പ്രോഗ്രാം കണ്ടിട്ട് വീട്ടിൽ പോകുന്നു. അതെ. അപ്പൊ ഇനി അടുത്ത എക്സാംസിന് പ്രിപ്പയർ ഒക്കെ ചെയ്തോ? ഓക്കെ ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടല്ലേ? സ്ട്രിക്റ്റ് ആണോ ടീച്ചർ? കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഇന്ന് ഞാനൊരു ചോദ്യമായിട്ടാണ് അങ്കിൽ വന്നിരിക്കുന്നത്. നമ്മുടെ താലം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാവുന്നതാണ്. അപ്പോ ഉത്തരം പറയുക, കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്നതാണ്. റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തോട് അസ്പദമാക്കിയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ഉടിപ്പുഴയില് 3 തിരുമുടിയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്രതിഷ്ഠയില്ലാത്തൊരു അമ്പലമാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാവരും ഭക്തിയോട് കൂടി ദേവിയെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയാണ്, അതാണ് നമ്മുടെ സങ്കല്പം. അപ്പോ ഈ ഉടിപ്പുഴയില് 3 തിരുമുടി സൂക്ഷിച്ചിരിക്കുക, അത് എന്തിനാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പ്രതിഷ്ഠയില്ലാത്ത അമ്പലം എന്നുള്ളത് ഞാനൊരു 2 വരി പാടി അത് ഓക്കെ, ഒരു അമ്മയെ ഒരു നാളിൽ ഞാനെന്റെ അമ്മയെ കാണുവാൻ ഐതിഹ്യ പാലകൾ അരുതുന്ന അമ്മ ഓക്കെ, താങ്ക് യു അങ്കിൾ. അപ്പൊ നമ്മുടെ പാട്ടിലൂടെ നമ്മുടെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി കാര്യമാണ്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാര്യം അടിപൊളിയായിട്ടാണ് അങ്കിൾ പാടിയിരിക്കുന്നത്. പാട്ട് തന്നെയാണോ? ഇല്ലില്ല, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഒരു പാട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ താലം ജ്വല്ലേഴ്സ് രണ്ടുപേരും ഒരു പാട്ടാ. ഓക്കെ രണ്ടുപേരാണ് പാടാ. പാട്ടാ രേണുക തിരിയുമ്പോഴേതോ നിലതെറ്റി വീണ ചന്ദ്രകൾ രേണുകേ നീരാക പരാഗേതു തിരിയുമ്പോഴേതോ നനഞ്ഞതും നിലതെറ്റി വീണ ചന്ദ്രകൾ നമ്മൾ എന്നെങ്കിലും ഇനി അടുത്ത തീരുവാൻ ഓക്കെ ഓക്കെ, താങ്ക് യു അങ്കിൾ. ഞങ്ങളുടെ മേളഗ്രൗണ്ടിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്കിനിടയിൽ തന്നെ ഇത്രയും തിരക്കുകൾക്കിടയിൽ തന്നെ നമ്മളടുത്ത് കുറച്ച് തിരുവാതിര വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ഒരു കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. എന്താണ് അപ്പൊ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും എന്താ ചെയ്യുന്നത്? ഞാൻ ഡോക്യുമെന്റ് റൈറ്ററാണ്, സർവേയർ കൂടിയാണ്. അദ്ദേഹം പിന്നെ എൻ്റെ വൈഫാണ്. അദ്ദേഹം പിന്നെ ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ അളിയൻ അദ്ദേഹം പാചകകലയിൽ പിന്നെ ഗൾഫിലായിരുന്നു, റിട്ടയറായി. പിന്നെ ഇപ്പോൾ ഒരു പാചകകലയിൽ വിളിച്ചതാണ്. ഈ പറഞ്ഞിട്ട് ഇത് എൻ്റെ അളിയൻ്റെ വൈഫാണ്. അദ്ദേഹം പഠിച്ചോണ്ടിരിക്കും. എവിടെയാണ് സ്ഥലം? കിഴക്കുമ്പോ. അപ്പൊ എല്ലാ കൊല്ലവും തിരുവാതിര വരാറില്ല? എല്ലാ കൊല്ലം കണ്ടായിരുന്നോ മേള ഗ്രൗണ്ടും ബാക്കി എല്ലാ കണ്ടായിരുന്നു. പിന്നെ അടിപൊളിയാണ്. കുതിരയെടുപ്പ് കണ്ടു. ഈ പറഞ്ഞ എല്ലാം തമ്പുരാട്ടിയുടെ എല്ലാ കാര്യങ്ങളും പിന്നെ വിശേഷമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ കടയാറ്റ് കാണൽ ചെയ്ത് പിന്നെ ചേട്ടുകൊണ്ട് വരുന്ന വിഗ്രഹങ്ങളും ബാക്കി സെറ്റപ്പും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ എപ്പോഴും പിന്നെ പരമ്പരാഗതമായിട്ട് കടക്കത്തമ്പുരാന്റെ പ്രത്യേകിച്ച് പേരുണ്ട്, അതിന്റെ ഭംഗിയുണ്ട്. അത് എല്ലാം കണ്ടിട്ടാണ് നമ്മള് കൂടെ കൂടുന്നത്.
അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് താലം ഫാഷൻ ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കും, അപ്പൊ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ താലം ഫാഷൻ ജ്വല്ലറിയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾ തരും. അപ്പൊ ഞങ്ങളുടെ ക്ഷേത്രാചാരങ്ങളും ഞങ്ങളുടെ ഐതിഹ്യവും നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വർഷത്തിലൊരിക്കലാണ് നമ്മുടെ ഈ തിരുവുത്സവം നടക്കുന്നത്. അപ്പം ദേവിക്ക് ബാലന്മാർ സമർപ്പിക്കുന്ന ഒരു കലാവിരുന്ന് ഉണ്ട്. അപ്പൊ ഒരു എല്ലാ കൊല്ലവും ചെയ്തു വരുന്ന എല്ലാ ദേവി ചിത്രങ്ങളിലും കണ്ടുവരുന്നൊരു കലാവിരുന്നാണ്. അപ്പൊ എന്താണ് അതിന് പറയുന്ന പേര്? അത് പരമ്പരാഗതമായിട്ട് നടന്നു വരുന്ന കുത്തിയോട്ടാണ്. അത് ഓരോ കരക്കാർ അതിന് പ്രത്യേകിച്ച് വ്രതം നിന്ന് എല്ലാ ബാലന്മാരെയും ഈ വ്രതത്തെ ഒരു പ്രത്യേക രീതിയിൽ സംരക്ഷിച്ച് അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രത്യേക രീതിയിൽ പരിചരിച്ചിട്ടാണ് ഈ പറഞ്ഞ കുത്തിയോട്ടം നടത്തുന്നത്. അത് തന്നെയാണ് ദേവിയുടെ ഏറ്റവും വലിയ അഭിരുചം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ നാട്ടുകാരെ മനസ്സിലാക്കുന്നത്. അപ്പൊ ശരിയുത്തരാണ് പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ നാട്ടുകാരെ കുറിച്ചും ഞങ്ങളുടെ ദേവിയെ കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യങ്ങളെ കുറിച്ച് ഒരുപാട് അറിവുള്ള ആൾ തന്നെയാണ്. അപ്പൊ ഇത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ താലം ഫാഷൻ ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇവിടുത്തെ ഉള്ളത്. അപ്പൊ നമ്മുടെ കടങ്കയിലും കോഴിക്കോടും ഈസ്റ്റ്കോട്ടും വെഞ്ഞാറമൂടും ഒക്കെ ഞങ്ങളുടെ താലത്തിന്റെ ഷോറൂം ഉണ്ട്. അപ്പൊ പോവാം, പർച്ചേസ് ചെയ്യാം. തിരുവാതിരയോടനുബന്ധിച്ച് ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ മെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും അപ്പൊ പോവാം, നമ്മുടെ കടക്കെല്ലാം ഔട്ട്ലെറ്റൊക്കെ വിസിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരത്തെ തിരക്കിനിടയിൽ തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് നേരം ചെലവഴിച്ചതിനും തിരുവാതിരയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ എല്ലാവർക്കും തിരുവാതിര. അപ്പൊ തിരുവാതിര വിശേഷമായിട്ട് ഞങ്ങൾ അടുത്തൊരു കുടുംബത്തിനെ പരിചയപ്പെടാൻ പോവുകയാണ്. എന്താണ് സാർ പേര്? എന്താ ചെയ്യുന്നത്? അപ്പൊ എവിടുന്നാ വരുന്നത്? അപ്പൊ അത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്. അപ്പൊ എല്ലാ കൊല്ലം വരാറുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടെ തിരുവാതിര വിശേഷമായിട്ട്? എങ്ങനെയുണ്ട് മേള ഗ്രൗണ്ടൊക്കെ? ഒരു നാടിന്റെ തന്നെ വലിയൊരു ആഘോഷമാണ്. നാനാജാതി വസ്തുക്കൾ ഇതുപോലെ ആഘോഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ മേള എന്ന് പറയുന്നത് ഒരു ആകർഷണമാണ്. എല്ലാത്ത ആളുകളെ ആകർഷിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു പുറത്തേക്കുള്ളതാണ്. എല്ലാം നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുമ്പോൾ അതിനോടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നത് വലിയ പ്രത്യേകതയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നോ മേളയ്ക്ക്? പ്രോഗ്രാം ഒക്കെ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് പ്രോഗ്രാം? മെച്ചമായിട്ടുള്ള പ്രോഗ്രാമാണ് അത്. ഇപ്രാവശ്യത്തെ പ്രോഗ്രാം എടുത്തു പറയത്തക്ക രീതിയിലുള്ള ക്ഷേത്രപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിപാടികൾ തന്നെയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളുടെ തിരുവാതിര കഴിയാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും നാള് നമ്മൾ അത്രയും ആഘോഷിച്ച ഒരു തിരുവാതിര ഇത്രയും നന്നായിട്ട് തന്നെ എല്ലാവരും ആഘോഷിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് താലം ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ഒരു സ്പോൺസർ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഈ ഐതിഹ്യമൊക്കെ ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ അതിന് ഒരു ആൻസർ പറയും. ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗിഫ്റ്റ് ഹാമ്പർ തരും താലത്തിന്റെ. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മുടെ എത്ര തിരുമുടിയാണ് ഇവിടെ ഉള്ളത്? അത് ഏതൊക്കെയാണ്? തിരുമുടികളാണ്. എത്ര എണ്ണമാണ് ഉള്ളത്? 3 തിരുമുടികളാണുള്ളത്. അപ്പൊ ഉത്തരം ശരിയാണ്, 3 തിരുമുടികളാണുള്ളത്. അപ്പൊ ക്ഷേത്രത്തിലെ ഞങ്ങളുടെ തിരുവാതിരയുടെ അവസാന ദിവസം പുതുത്തി എന്നറിയപ്പെടും. അപ്പൊ പുതുത്ത ദിവസം 3 തിരുമുടിയാണ് ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് ഇപ്പം എഴുന്നള്ളിക്കുന്നത്. ചില ദേവി ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരെയും വന്ന് കണ്ടു പോകുന്നതായിട്ടാണ് സങ്കല്പം. തിരുമുടി എഴുന്നള്ളത്തിന് ഒരുപാട് പേര് ക്ഷേത്രത്തിനെ ചുറ്റി ഉണ്ടാവും. അതിനെ വരവേൽക്കാനും തിരുമുടി കാണാനും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിന് ചുറ്റും തിരുമുടി കാണാനുണ്ടാവും. 3 തിരുമുടികളാണ് ഞങ്ങളുടെ ദേവി ക്ഷേത്രത്തില് ഉള്ളത്. അപ്പോ ശരി ഉത്തരം പറഞ്ഞ സാറിന് ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പറാണ് താരത്തിന്റെ വക ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ താലം ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമില് ശരി ഉത്തരം പറഞ്ഞ സാറിന് ഇപ്പൊ ഞങ്ങളുടെ കടക്കലിൽ തന്നെ ഇതിന്റെ താലത്തിന്റെ ഒരു അടിപൊളി ഔട്ട്ലെറ്റ് ആണുള്ളത്. അപ്പൊ പോയിട്ട് വിസിറ്റ് ചെയ്യാം. തിരുവാതിരയോടനുബന്ധിച്ച് ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ മെൻസിനാണെങ്കിലും വുമൻസിനാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ പോയി വാങ്ങാം. അപ്പോ ഇത്രയും നേരം ഞങ്ങളോട് സജഷന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അപ്പൊ എല്ലാ ഇനി വിശേഷങ്ങളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് തന്നെ പോവാം. അപ്പൊ അടുത്ത തിരുവാതിരക്ക് നമുക്കൊന്ന് വിളിക്കാം. ഹായ് കീർത്തി, സുഖാണോ? സുഖം. ഓക്കെ. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞു 10th പോയിരിക്കുമല്ലേ?
ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ സ്വന്തം കുട്ടിയാണ്. നമ്മൾ ഒരേ സ്കൂളിലാണ്. ഇവിടെ 10th-ലും ഞാനിപ്പോ 12th-ലേക്കുമാണ്. അപ്പൊ എന്റെ ജൂനിയർ ആണ്. നമ്മള് ഭയങ്കര കമ്പനിയാണ് സ്കൂളില്. അപ്പൊ ആള് പ്രോഗ്രാം ഒക്കെ കണ്ടതേ നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ ആളെ പിടിച്ചു കൊണ്ടുവന്നേക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. പിന്നെ കീർത്തി, ഹായ് അങ്കിൾ, സുഖാണോ? എന്താണ് പേര്? ആന്റി സ്മിത. സുഖം. എന്നെ അറിയാലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ തിരുവാതിരയായിട്ട് പ്രോഗ്രാം ഒക്കെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ജയിന്റ് വീലൊക്കെ കേറി കാണും. ഇതുവരെ റൈഡിലൊന്നും കേറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. മേളയിലൊക്കെ കേറി ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചോ? മേളയിൽ കേറിയായിരുന്നു, ഫുഡ് കഴിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. എടാ, അപ്പൊ വേറൊന്നുമില്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കീർത്തിക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ അങ്കിളിനോ ആന്റിക്കോ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാം. അപ്പോ വേറൊന്നുമല്ല, ടെൻഷൻ ഒന്നും വേണ്ട, ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ? ഗൈസ്, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മറ്റൊന്നുമല്ല ചോദ്യം. നമ്മുടെ ഈ ഒരു 12 വർഷത്തിലൊരിക്കൽ നമ്മുടെ ദേവിയുടെ തിരുമുടി എഴുന്നള്ളത്ത് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമല്ലോ, 12 വർഷത്തിലൊരിക്കൽ. അത് ഏത് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്? ആലോചിച്ച് പറഞ്ഞാൽ മതി, ടൈമുണ്ട്. അഞ്ചല് കടയാറ്റ് കളരി ദേവി ക്ഷേത്രം. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് നമ്മുടെ കീർത്തിക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പൊ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ആന്റി ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഓക്കെ, അപ്പൊ നമ്മുടെ താലം ജുവലേഴ്സിൽ ഇപ്പൊ പുതിയ നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണണം. നല്ല ജുവലേഴ്സ് ഒക്കെ വാങ്ങിച്ചിടണം. ഡയമണ്ട്സും ഉണ്ട് കേട്ടോ, ചെല്ലണം കേട്ടോ. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഹലോ. അപ്പോ നമ്മുടെ ഒരു കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് നമ്മുടെ കലിക പ്ലസ്, അതായത് നമ്മുടെ കലിക ടിവിയുടെ ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഇന്ന് നമ്മുടെ ഈ ഒരു മേള ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ല നല്ല ഏരിയ, നല്ല നല്ല കമന്റ്സും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ തരണം. നല്ല ലൈക്സ് തരണം, ഷെയർ തരണം, ഒക്കെ ചെയ്യണം. പിന്നെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെല്ലാം ചോദിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സിയും ഞാൻ നല്ലൊരു വെറൈറ്റി ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസിന് വേണ്ടി നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓഡിയൻസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് സ്പെഷ്യലി സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ താലം ജുവലേഴ്സിനോട്, താലം ഗോൾഡൻ ഡയമണ്ട്സിനോട് സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾ അറിയിക്കുകയാണ്. പോരാതെ നമ്മുടെ എല്ലാ കൊല്ലവും തന്നെ തിരുവാതിരയ്ക്ക് താലം ഫാഷൻ ജുവലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ കൊല്ലവും തന്നെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യാറുമുണ്ട്. അപ്പൊ ഒരുപാട് സഹകരിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ താലം ഫാഷൻ ജുവലേഴ്സിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും എല്ലാം തിരുവാതിര വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിയാറുണ്ട്. ഇപ്പൊ തന്നെ ഫെബ്രുവരി 21-ന് സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോ 7-ാം തീയതി നമ്മുടെ ഈ കൊല്ലത്തെ 2026-ലെ കടയ്ക്കൽ തിരുവാതിര സമാപിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന താലം ഫാഷൻ ജുവലേഴ്സിന് ഒരുപാട് നന്ദി. മാത്രമല്ല, ഇപ്പൊ ഈ മേള ഗ്രൗണ്ടിലാണെങ്കിൽ തിരുവാതിരയ്ക്കാണെങ്കിലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന ഒരുപാട് കുടുംബങ്ങളും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് നമ്മളോട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പോരാതെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തു. മാത്രമല്ല, നമ്മുടെ ഗിഫ്റ്റ് മേടിച്ചു. അവര് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവർ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. ഒരുപാട് നന്നായിട്ട് സഹകരിച്ചത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അടുത്ത ഒരു കൊല്ലം ഇതുപോലെ തന്നെ നമ്മളിവിടെ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പൊ അടുത്ത കൊല്ലത്തെ തിരുവാതിര വിശേഷങ്ങളായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. വെറൈറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.